ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കുറച്ച് മുമ്പ് കോഴിക്കോട് ഹൈലൈറ്റിലെ സ്നോ വേൾഡ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ മടിച്ചിട്ട് അതിങ്ങനെ ഫോണിൽ തന്നെ നിൽക്കായിരുന്നു. ഇപ്പോൾ വീഡിയോ ഫൈനലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ നിങ്ങളും നമ്മളെ കൂടെ ഈ ഒരു സ്നോ വേൾഡൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരണം. ചുറ്റിക്കറങ്ങി വന്നാൽ മാത്രം പോരാ, വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ അകത്ത് -10 ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം പോകാനായിട്ട്. തണുപ്പിനുള്ള ജാക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. നമ്മളെ സ്യൂട്ടബിൾ സൈസിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. കുട്ടികൾക്കുള്ളതും ഉണ്ടാവും. ഒരുപാട് ദിവസമായിട്ട് മോള് ഞങ്ങളോട് പറയുന്നതാണ് കേട്ടോ ഈ ഒരു സ്നോ ഫാൻറ്റസിയിൽ വരാനായിട്ട്. പക്ഷെ പനിയും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ മുഖത്ത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായപ്പോഴേക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് സ്വെറ്ററും ഹാൻഡ് സോക്സും പിന്നെ ബൂട്ട്സും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പാൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്കൊരു എക്സ്ട്രാ പാൻറ് എടുക്കുന്നത് നല്ലതായിരിക്കും. അത്രയും തണുപ്പുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞാൽ ഒരു ഗേറ്റ് ഓപ്പൺ ആക്കി തരും. അത് തുറന്നു കഴിഞ്ഞാൽ ഇതാ നമ്മളൊക്കെ ആഗ്രഹിച്ച പോലത്തെ ഒരു അടിപൊളി സ്നോ വേൾഡിലാണ് കേട്ടോ നമ്മൾ എത്തുന്നത്. ഒറിജിനൽ സ്നോ എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പറയാൻ എനിക്കറിയില്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. നമുക്ക് വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നുമില്ല. അപ്പം നല്ല ഏരിയ ഉണ്ട് കേട്ടോ കളിച്ച് നടക്കാനായിട്ട്. പിന്നെ തണുപ്പ് സഹിക്കാൻ വയ്യ. പറ്റുകയാണെങ്കിൽ നല്ല കട്ടിയുള്ള ഡ്രസ്സ് ഇട്ട് വരുന്നതാണ് കേട്ടോ നല്ലത്. നമ്മളിങ്ങനെ ഇടയ്ക്ക് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഗ്ലൗ ഊരുമ്പോൾ കൈയൊക്കെ മരവിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഹിലൂനെ മാക്സിമം സന്തോഷിപ്പിക്കാനാണ് നമ്മളുടെ ശ്രമം. ഇതുപോലത്തെ കുറേ ഫൺ റൈഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അവൾ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ അവൾക്കിഷ്ടം അവളുടെ കൂടെ എല്ലാ കുട്ടികൾക്കും നമ്മൾ രണ്ടുപേരും നിന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അവളെ കൂടെ ഇങ്ങനെ കളിക്കാനൊക്കെ സാധിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും സ്നോയിലൊക്കെ കളിച്ച് ചവിട്ടി ഇതിനകത്ത് കയറുന്നതുകൊണ്ട് തന്നെ അകത്തും കുറേ സ്നോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ റൈഡ്സിലൊക്കെ കയറ്റുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ പിടിച്ച് കയറ്റണം കേട്ടോ. നല്ലോണം സ്ലിപ്പാവുന്നുണ്ട്. പിന്നെ നമ്മൾക്കിതാ ഇവിടെ ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു സ്നോമാനും പിന്നെ ഈ ഒരു സ്നോ റൈഡുമാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. ആരെങ്കിലുമൊക്കെ വലിച്ചു തരാനുണ്ടെങ്കിൽ ഇങ്ങനെ ചെയറിലിരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അടിപൊളി സ്നോ റൈഡ് എൻജോയ് ചെയ്യാം. അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളത്ര നേരം ഇതിമേലൊക്കെ കളിക്കാൻ പറ്റിയിട്ടോ. അപ്പോൾ ഹിലുവിൻ്റെ സിംഗിൾ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് എൻ്റെ ഊഴാണ് ഷഫാൻ ഖാനെ വലിച്ചു കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇരുന്ന് പോകുന്ന സുഖമില്ല വലിക്കാൻ, എന്നാലും കുഴപ്പമില്ല. സ്ലിപ്പറി ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ DJ സ്റ്റാർട്ട് ചെയ്തു. അതും വിത്ത് സ്നോഫോൾ ആണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഭയങ്കര ഡാൻസും കളിയൊക്കെ ആയിരുന്നു കേട്ടോ അതിൻ്റെ താഴെ ഇരുന്നിട്ട്. കുറച്ച് നേരം DJ ഒക്കെ കണ്ട് നമ്മളിതാ ഈ ഒരു റൈഡിൻ്റെ സെക്ഷൻ ഫ്രീ ആയത് കണ്ടപ്പോൾ വേഗം ഇങ്ങോട്ട് പോന്നു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഇവിടെ കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഈ ഒരു റൈഡ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫ്രീ ആകുമ്പോൾ വരാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചതായിരുന്നു. ഇപ്പോൾ തിരക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഇതും കൂടെ ട്രൈ ചെയ്തു കേട്ടോ. ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ് ആണ് ഇതായി കാണുന്ന ഹാങ്ങിങ് ബ്രിഡ്ജ്. നല്ല DJ ഒക്കെ ആയതുകൊണ്ട് തന്നെ മുകളിൽ ഇരുന്നിട്ടാണ് ഇവർ രണ്ടുപേരും കളിക്കുന്നത്. താഴെ അവിടെ കുറേ ഫാമിലീസ് ഡാൻസും കളിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ.
ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെ നടന്ന് നടന്ന് നമ്മളിത് ഈ ഒരു സ്ലൈഡിലെത്തും. അതിലൂടെ സ്ലൈഡ് ചെയ്ത് നമുക്ക് താഴേക്ക് വരാം. അപ്പോൾ ഞങ്ങൾ 3 പേരും അതിൽ കയറി. കുറേ നാളിന് ശേഷമാണ് കേട്ടോ ഇതുപോലത്തെ ഒരു സ്ലൈഡിലൊക്കെ കയറുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. ഇത് ഈ മുകളിലെ മെഷീനിൽ നിന്നാണ് കേട്ടോ നമ്മൾ സ്നോഫോൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഹിലുവിനെ അതിൻ്റെ താഴെ ഒന്ന് കൊണ്ടുപോയി നിർത്തി. നല്ല രസമാണ് കേട്ടോ അതിൻ്റെ അടിയിൽ നിൽക്കാൻ. പക്ഷേ സ്നോ മുഖത്ത് തട്ടുന്ന സമയത്ത് നല്ല തണുപ്പാണ്. ചെറിയൊരു എരിവുള്ള പോലത്തെ ഒരു തണുപ്പാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അടിപൊളിയാണ്, നല്ല രസമുണ്ടായിരുന്നു. സ്നോ വേൾഡിൽ വന്നിട്ട് ഒരു ഇഗ്ലു കാണാതെ പോകാൻ പാടുണ്ടോ? അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഒരു ഇഗ്ലുവിൻ്റെ ഉള്ളിലും കൂടെ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ഹിലു നടക്കുന്നത് നോക്കിയ പെങ്കി നടക്കുന്ന പോലെയാണ് കേട്ടോ. ആ ഒരു ഷൂ ഇട്ടിട്ട് അവൾക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇഗ്ലു ഹൗസിൻ്റെ ഉള്ളിൽ. നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. ഇവിടെ നമുക്ക് 1.5 മുതൽ 2 മണിക്കൂർ വരെയൊക്കെ ടൈം അലൗഡ് ആണെങ്കിലും മാക്സിമം 1 മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് പുറത്തിറങ്ങാനുള്ളൊരു ഫീൽ വരും കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ. ഇപ്പോൾ തന്നെ ഹിലുവിന് നല്ലോണം വിശക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ തണുപ്പത്ത് കുറേ നേരം നിന്നുകൊണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പെങ്കിനോട് കൂടെ പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങാനാണ് പ്ലാന്. പിന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ സ്നോ ഫാൻറ്റസി കാലിക്കറ്റ് എന്നുള്ള സൈറ്റിൽ നോക്കിയാൽ എല്ലാം കാണാൻ പറ്റും. ടൈമിങ്ങും ഉള്ളിലുള്ള ഫോട്ടോസും വീഡിയോസും പിന്നെ അതുപോലെ തന്നെ ടിക്കറ്റ് റേറ്റൊക്കെ പറയുന്നുണ്ട്. ടൈമിംഗ് ഏകദേശം 11 AM to 11 PM ആണ് വരുന്നത്. പിന്നെ ടിക്കറ്റ് റേറ്റ് ആണെങ്കിൽ അഡൽട്ട്സിന് 530, കിഡ്സിന് 470 ആണ് വരുന്നത്. പിന്നെ അകത്തൊരു ഫോട്ടോഗ്രാഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് സ്പോട്ടിൽ പറഞ്ഞു കഴിഞ്ഞാലും അവർ ഫോട്ടോസൊക്കെ എടുത്തു തരും. അത് പുറത്തുനിന്ന് നമുക്ക് കളക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കാലിക്കറ്റ് സ്നോ ഫാൻറ്റസിയിൽ എക്സ്പീരിയൻസ് ചെയ്തത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.